24-ന് 240 അല്ലെങ്കിൽ 300 പങ്കായങ്ങളെ വെള്ളത്തിലേക്ക് കല്ലായം വലിച്ച് കൊത്തിയെറിയുന്നുണ്ടെങ്കിൽ, കല്ലായത്തിന് ഒരു പ്രത്യേകത ഞാൻ പറയാം. അങ്ങനെ ആ കല്ലായം വലിച്ച് ഇവിടെ വരുന്ന സമയത്ത് ആ 300 പങ്കായം 4 കൂട്ടരും ഒപ്പത്തിലിട്ടാൽ ഫോട്ടോ ഫിനിഷ് ചെയ്യാവും. പിന്നെ വള്ളത്തിന്റെ പ്രത്യേകത, അടിയക്കാരന്റെ പ്രത്യേകത, മാത്രം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രത്യേകത, ഒപ്പത്തിനൊപ്പം വന്നാൽ ഫിനിഷിംഗ് കുറ്റിയുടെ അടുത്തെത്തുമ്പോൾ ആ ഒരു 100 മീറ്റർ ഫിനിഷിംഗ് ടച്ച് ഉണ്ട്. ആ ഫിനിഷിംഗ് ടച്ച് ആര് വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നുവോ അവന്റെ ഒപ്പമാണ് വിജയമെന്ന് വള്ളംകളിക്കാരൻ പറയുന്നത്. മുത്തുമണികള് നമ്മുടെ ഈ കനോലി കനാലിൽ മുത്ത് വിരിയിച്ചുകൊണ്ട് ആവേശം വാരി വിതറിക്കൊണ്ട് കടന്നു പോകുമ്പോൾ എത്ര സുന്ദരമാണ്, എത്ര സുരഭിലമാണ് പ്രിയപ്പെട്ടവരെ. ചുണ്ടൻ വള്ളങ്ങളുടെ മഹത്തായ മത്സരം നടത്തിക്കൊണ്ട് മോഹനമായ സുന്ദരമായ സായാഹ്ന സൂര്യൻ പോലും ഒന്ന് പതുക്കെ അതിന്റെ ഭ്രമണമൊന്ന് നിർത്തി, കലക്കമൊന്ന് നിർത്തി അവിടെയൊന്ന് നിലയിലേക്ക് കടന്നെടുക്കുമ്പോൾ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? 4 വള്ളങ്ങൾ, തുല്യശക്തികൾ, ഒരേപോലെ ഒരേ താളത്തിൽ എത്ര മനോഹരമായി BBC ഉണ്ട്, ജിവി തട്ടകനുണ്ട്, സെന്റ് സെബാസ്റ്റ്യനുണ്ട്, വടക്കുംപുറമുണ്ട്, പമ്പാവാസനുണ്ട്. എന്തൊരു മത്സരം, എന്തൊരാവേശം! പറന്നിറങ്ങുന്ന പറവകളെ പോലെ 4 വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരുന്നത് പോലെ, 4 യാവാശ്വങ്ങൾ കുതിച്ചു പായുന്നത് പോലെ എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്! കണ്ടശാന്തിന്റെ താഴത്തേക്ക് 4 വള്ളങ്ങളും തുല്യത പാലിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങള് ആവേശത്തിലല്ലേ, നിങ്ങള് പൂരത്തിന്റെ വെടിക്കെട്ടിലല്ലേ? എന്തൊരു ആവേശം, എന്തൊരു വീക്കം, എന്തൊരു ഒരു മഹാഭാരത യുദ്ധത്തിന്റെ തനിത്തകർത്ത് ഇവിടെ ഈ കണ്ടശാങ്കാവിൽ പകർത്തിവെച്ചവയുള്ള തുല്യമായി ഈ നെഹ്റു ട്രോഫിയിൽ പമ്പാവാസനും ജിവി തട്ടകനും ഒപ്പത്തിനൊപ്പം വന്നെങ്കിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കുതിച്ചു വാങ്ങെങ്കിൽ ഈ കണ്ടശാങ്കടവ്, ഈ കനോലി കനാല്, ഈ ജലവാഹിനി ബോട്ടുകൾക്ക് ഈ കണ്ടശാങ്കടവ് ജലോത്സവം ഞാൻ ഇതാ പ്രിയപ്പെട്ടവർ കടന്നുപോയപ്പോൾ 4 വള്ളങ്ങളും മികച്ച മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നു.